അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. 4 ആയത്തായിട്ട് ഉണ്ട് വിശദീകരിക്കോപ്പുണ്ട്. കഴിഞ്ഞ ആയത്തിൽ നിങ്ങൾ ചൊന്നുവെച്ചത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഓടി 7ാമത്തെ ബായിൽ ഓപ്പണാക്കി പുറത്ത് എത്തുമ്പോൾ പിറവത്തിൽ സലീഹം ഓടി വന്നുകൊണ്ടുണ്ട്. അങ്ങനെ ബായിൽ തുറന്നു നോക്കുമ്പോൾ മന്ത്രി അവിടെ എത്തി. ആ സമയത്ത് അയിമച്ചന്ത് നിങ്ങളെ പെഞ്ഞൈഡ് പിടിക്കുക വേണ്ടി വന്നവനെ ജയിലിലിടണം, അതല്ലെങ്കിൽ ശിക്ഷ കൊടുക്കണം എന്ന് ചൊന്ന ആ ഒരു സംഭവം. അപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ചൊല്ല് അതായിട്ട് ഇൻ്റെ ഫസ്റ്റ് ആയത്ത് ഖാല ഹിയ റാവദത്നി അൻ നഫ്സി. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ചൊല്ല് നാനല്ല അയിമടി ഇതാക്ക് പോയിട്ട് അയിമായിട്ട് എൻ്റെ പിടിക്കുക വന്നത്. അപ്പോൾ അവിടെ തർക്കയിത്ത് ആറായിട്ട് അയിമ ചെന്ന് എന്താ നിങ്ങൾ ഇല്ലാത്ത ഇവിടെ നിങ്ങളെ പെഞ്ഞൈക്ക് ഉപദ്രാക്ക വന്നവണ് എന്നുള്ളത്. യൂസുഫ് നബി അലൈഹിസ്സലാം അല്ല നാനല്ല. അപ്പം അതാ ഖുർആൻ ചൊല്ല് വഷഹിദ ഷാഹിദു മിൻ അഹ്ലിഹ. അയിമയുടെ അഹ്ലിൽപ്പെട്ട അയിമയുടെ ഫാമിലിയിൽപ്പെട്ട ഒരു സാക്ഷി അവിടെ സാക്ഷി നിണ്ടെത്ത്. അത് അയിമയുടെ ബാപ്പയുടെ സഹോദരൻ, അതായത് കുഞ്ഞാപ്പ മൂത്താപ്പയുടെ മോണ് എന്നും അത് തൊട്ടിൽ കിടക്കിടെ പലക്ക പറയക്കും ബേസത്താത്തൊരു കിടാവ് എന്നും അഭിപ്രായമുണ്ട്. ആ കിടാവ് പലക്ക അപ്പോൾ തൊട്ടിൽ കിടക്കിടെ കിടാവ് ചൊല്ലുമ്പോഴത്തേക്കും കളവ് ചൊല്ലൊക്കെ ഒരു സാധ്യതയുമില്ല. ഒന്നും രണ്ടാമതായിട്ട് അവിടെ ചെന്ന് മിന്നഹലി ഹാൻ ചൊന്ന അയിമയുടെ ഫാമിലിയിൽ പെട്ടങ്ങ അയിമകല്ലേ സപ്പോർട്ടാക്കേണ്ടത്. അപ്പോൾ അയാളെ പലക്കത്ത് അയാളെ സാക്ഷിക്ക് ബല കൂടുതലുണ്ട് എന്നർത്ഥം. അപ്പോൾ എന്തൊരു ചെന്ന് ഇൻകാന കമീസുഹു ഖുദ്ദമിൻ ഖുബുലിൻ. യൂസുഫ് നബി അലൈഹിസ്സലാമുടെ കമീസ് എതിർഭാഗത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഫസദഖത്ത് അയിമ ചൊന്നത് നേറും. വഹുവ മിനൽ കാദിബീൻ. യൂസുഫ് നബി അലൈഹിസ്സലാം കളവ് ചൊന്നരൻ ചൊന്ന്. ഈ യൂസുഫ് നബി അലൈഹിസ്സലാം പിടിക്ക വരുമ്പോൾ അയിമ എന്താക്കണം, ഉരുട് പിടിയാക്കണം. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കമീസിനെ ഫ്രണ്ടായിട്ടിട്ട് പറഞ്ഞിട്ടിക്കേണ്ടത്. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം ചൊല്ലത് കളവുണ്ടും അയിമ ചൊല്ലത് നേറുണ്ടും ആവണം. അപ്പോൾ ഈ സാക്ഷി ചെന്ന് നിങ്ങൾ തർക്കിക്കൊണ്ടില്ല, നിങ്ങൾക്ക് പ്രൂഫ് ഉടമ ഉണ്ട്, നോക്കാം. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കമീസ് നോക്കോറും അത് സൈഡ് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. വൈൻകാന കമീസുഹു. യൂസുഫ് നബി അലൈഹിസ്സലാമുടെ കമീസ് ഫ്രണ്ടിൽ അല്ല പിറവത്ത് പറഞ്ഞിട്ടിൻ കണ്ടെങ്കിൽ അത് അയ്യായത്തിൽ ചൊല്ലു 27. വൈൻകാന കമീസു ഖുദ്ദമിൻ ദുബുരിൻ. പിൻഭാഗത്തിലായിട്ട് കമീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫകദബത്ത് അയിമ കളവ് ചൊന്നിട്ട് വഹുവ മിന സാദിഖീൻ. യൂസുഫ് നബി അലൈഹിസ്സലാമാണ് നേർ ചൊന്നയാൾ. അപ്പോൾ കമീസ് നോക്കുമായിട്ട് ആ സാക്ഷി ചൊന്ന് കമീസിൽ നോക്കോറു എവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ആ കമീസ് അങ്ങനെ നോക്കുമ്പോൾ അതാ ഫലമ്മാർ ആ കമീസഹു. യൂസുഫ് നബി അലൈഹിസ്സലാമുടെ കമീസ് കണ്ടപ്പോൾ രാജാവ് നോക്കുമ്പോൾ ഖുദ്ദമിൻ ദുബുരിൻ പിറവത്തെ സൈഡിലായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം ഓടിക്കൊണ്ട് വരുമ്പോൾ അയിമ പിറവത്തെ ഒന്ന് പിടിച്ചിട്ടായിട്ട് കാല. അപ്പോൾ രാജാവ് ചെന്ന് ഇന്നഹു മിൻ കൈദികുന്ന ഇന്ന കൈദകുന്ന അളീം. നീ ചൊന്നല്ലേ ഒരു പലക്ക. അപ്പോൾ ഇനി അയിമച്ചന്തല്ല സലീഹ ബീബി നിങ്ങളെ പെഞ്ഞയുടെ പിടിക്കോ വേണ്ടി വന്നാൽ ജയിലിടണമെന്നുള്ളത്, അല്ലെങ്കിൽ ശക്തിയായ ശിക്ഷ കൊടുക്കണം. ആ പലക്ക അത് നിങ്ങളെ വഞ്ചനയായിട്ടിക്കത്. പെണ്ണുങ്ങളെ നിങ്ങൾക്കുള്ള വഞ്ചന ഭയങ്കര വലിയത്. പെണ്ണുങ്ങളെ സ്വഭാവവും അങ്ങനെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ആ രീതിയിലായിട്ടിക്കട് പഠിച്ചത്. ആണുങ്ങളെ പോലെ അല്ല, സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പെണ്ണുങ്ങളെ വ്യത്യാസമായിട്ടിക്കട. അപ്പോൾ അങ്ങക്ക് പെട്ടെന്ന് പലക്കറിഞ്ഞിട്ട് പറഞ്ഞൊരു തിരിക്കും അങ്ങക്കാവൂ. അതുപോലെ പലക്ക് പറഞ്ഞിട്ട് അങ്ങലിട്ട് ഞങ്ങൾക്ക് നേടകും ആവില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിയുടെ ചൊന്നല്ലേ അവിടെ തോൽ അയിമ പിറവത്തായിട്ട് ഓടി വന്നേ. അവിടെ എന്തിനു ചെന്നേ? അതാ നിങ്ങളില്ലാത്തപ്പോൾ നിങ്ങളെ പെഞ്ഞായിട്ട് പിടിക്കുക വന്നേ എന്നായിട്ടിക്കട് ചൊന്നത്. അപ്പോൾ ഈ പലക്കത്തെ സംബന്ധിച്ചാൽ ചൊല്ലി ഇത് നിങ്ങളെ വഞ്ചനയായിട്ടിക്കട്, പെണ്ണുങ്ങൾക്കുള്ള വഞ്ചന ഭയങ്കരമായിട്ടല്ല ചെന്നു. എന്നിട്ട് രാജാവ് ചൊല്ലേ ഏത് യൂസുഫ് അരിൽ അൻഹാദ എന്നായിട്ടിക്കട് 28 ആയത്ത്. യൂസുഫ് നബി അലൈഹിസ്സലാമിടെ വിളിച്ച് രാജാവ് ചൊല്ലേ യൂസുഫ് അരിൽ അൻഹാദ, ഈ വിഷയത്തെ വിട്ടുവിട്ടു, ഇതാരട്ടും ചൊല്ലണ്ട, ഇതിലേക്ക് പറക്കണേം വേണ്ട. വസ്തഗ്ഫിരി ലിദംബിക്ക്,
നിൻ്റെ ദോഷത്തുക്ക് നീന് പൊറുക്കള്ളി കേട്ടുക എന്നുള്ളത്. അപ്പം അങ്ങ് മുശ്രിക്കീങ്ങളല്ലേ, മുശ്രിക്കീങ്ങളെങ്കിലും അങ്ങനെ ഇപ്പോൾ മാപ്പിളക്ക് എതിർ ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഭാഗത്തിൽ അതൊരു തപ്പല്ലേ. അപ്പം ആ തപ്പുക്ക് നീന് പൊറുക്കള്ളി കേട്ടുക എന്നായിട്ടിക്കട് ചൊന്നത്. അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമുക്ക് നുബുവത്തെല്ലാം കിട്ടേ പിന്നെ ആയിട്ടിക്കട്. അപ്പോൾ നുബുവത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അനുസരിച്ച് പണ്ടൊരു മതമനുസരിച്ചിട്ടായിട്ടിക്കും, ദീനനുസരിച്ചിട്ടായിട്ടിക്കും. നീ ആക്കിയ തപ്പുക നീനെന്താക്കിയ പൊറുക്കള്ളി കേട്ടുക എന്ന് സലീഹറൊട്ടിಗೆ രാജാവ്, അതായത് അസീസ് രാജാവ് ചന്ത്. തപ്പ് നിൻ്റെ ഭാഗത്തിൽ നിന്നായിട്ടിക്കട് നീനെന്താക്കുക പൊറുക്കള്ളി കേട്ടുക എന്നുള്ളത്. അപ്പം നീ ചെയ്തത് ശരിയല്ല എന്നുള്ളത്. അപ്പോൾ ഈ 4 ആയത്തിൽ ചൊന്ന സംഭവം അത് ഈ ചരിത്ര ഒട്ടുക ചേർന്ന് നിൽക്കുന്നത് കൊണ്ടിട്ട് ഈ 4 ആയത്തിൽ അർത്ഥവും ഒട്ടുകനാണ് വിശദീകരിച്ച്. ഇൻഷാ അല്ലാഹ് ബാക്കി ഞങ്ങൾക്ക് ഈ സംഭവം എങ്ങനെയോ റായത്ത് സ്പ്രെഡായിത്ത്, റായത്ത് അത് ഗൊന്തೈತೆ, ആൾമാരുടെ പലക്കೈತೆ. അപ്പോൾ അത് ഇടീക്ക റായത്ത് പറന്തത് അത് പിന്നെ പെണ്ണുങ്ങളെ ബായി കിട്ടിയും പിന്നെയും കേൾക്കണ്ടല്ലോ, അത് ഇടീക്ക പിന്നെ എത്തറും. പിന്നെ അവിടെ രാജാവ് പറയുമ്പോൾ രാജാവിടെ ഈ മന്ത്രി പറയുമ്പോൾ പുറത്ത് വേറെ ആളിന്നാറ്, പിന്നെ പുറത്ത് വാച്ച്മാനായിട്ട് നിൽക്കുന്ന ആൾമാരല്ലിന്നാറ്. അപ്പോൾ ഇത് ഗടിപിടിയായിട്ടൂടെ ഒരു പലക്കറിയുമ്പോൾ അത് ഒഞ്ചണ്ടാലെ കാത് കിട്ടുന്നു കണ്ടെങ്കിൽ അത് പിന്നെ ബായത്ത് സ്പ്രെഡാകും, വേറെ ഒന്നും വേണിട്ടില്ലല്ലോ. അത് അങ്ങനെയായി അത് പെണ്ണുങ്ങളെ ബായി എത്തിയും പിന്നെ ഇടീക്കെത്തറും. അങ്ങനെ ആ സംഭവം റായത്തി എത്തിത്ത്, ആ എത്തിയ വിഷയം പിന്നത്തെ ആയത്തിൽ വിശദീകരിക്കണം. ഇൻഷാ അല്ലാഹ് അത് പിന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കാതു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ആയത്തുകളൊന്ന് ഓതി നോക്കാം. ഖാല ഹിയ റാവദത്നി അൻ നഫ്സി, അവിടെ വഖഫ് ജായിസ് ജീമ തന്നിട്ട്. അപ്പോൾ എന്താക്കുക നഫ്സി എന്ന് തെല്ല് നീട്ടി നിപ്പാട്ടണം. അൻ നഫ്സി ഒരേ നൂന്ന് ചൊല്ലേ, ഫസ്റ്റ് നൂന്ന് ജന്നാമത്തെ നൂണിലുണ്ട്, അതുകൊണ്ടായിട്ട് ഇവിടെ ജന്നാമത്തെ നൂന് ശബ്ദ കൊടുത്തത്. വശഹിദ ഷാഹിദും മിൻ അഹ്ലിഹാ ഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബ്ലിൻ ഫസദഖത് വഹുവ മിനൽ കാദിബീൻ. ലാസ്റ്റ് അക്ഷരം നൂന്, ആ നൂനിൽ നിപ്പാട്ടുമ്പോൾ എന്താക്കണം തെല്ല റാഗായിട്ട് കേൾക്കണം. കാദിബീൻ ഫസദഖത് വഹുവ മിനൽ കാദിബീൻ. വഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ദുബുരിൻ ഫകദബത് വഹുവ മിനസ് സാദിഖീൻ. വഇൻ കാന അവിടെ നൂൻ അങ്ങനെ ഉച്ചരിക്കണം, മിൻ ദുബുരിൻ. അപ്പോൾ അവിടെ മിന്ദുബുർ എന്നിടത്തുള്ള നൂനും വൈങ്കാന എന്നിടത്തുള്ള നൂനും ഇഖ്ഫാ വെച്ചല്ലേ. വൈങ്കാന ഖുദ്ദ മിന്ദുബുരിൻ. അപ്പോൾ അങ്ങനെ തന്നെ എന്താക്കണം, ഞങ്ങൾ ഓതി ആദത്താക്കണം. ഫകദബത് അഥ അങ്ങനെ ആയിട്ട് കേൾക്കേണ്ടത്. വഹുവ മിനസ് സാദിഖീൻ, വഹുവ ബല്യഹ, വഹുവ ആ യൂസുഫ് നബി അലൈഹി സ്വലാം മിനസ് സാദിഖീൻ നേര് ചൊന്നാൽ. ഏത് കമീസ് പിൻഭാഗത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടെങ്കിൽ. അപ്പോൾ മിൻ ദുബുരിൻ ചൊന്നെങ്കിൽ പിൻഭാഗത്തിൽ നിന്നുണ്ട്. വൈൻഖാന കമീസുഹു കമീസ്, അതാ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ കമീസ് ഖുദ്ദ മിൻ ദുബുരിൻ പിന്നിൽ നിന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ. നെക്സ്റ്റ് ആയത്ത് ഫലമ്മാ റഅ ഖമീസഹു ഖുദ്ദ മിൻ ദുബുർ ഖാല ഇന്നഹു മിൻ കൈദികുന്ന ഇന്ന കൈദകുന്ന അളീം. ഇപ്പോൾ ഈ ആയത്തിൽ ചെന്നവർ ഇന്നഹു നൂനുക്ക് ശബ്ദുണ്ട് മണിക്കണം, കൈദികുന്ന അവിടെ നൂനുക്ക് ശബ്ദുണ്ട്, ഇന്ന എന്നവിടെ നൂനുക്ക് ശബ്ദുണ്ട്, കൈദകുന്ന എന്നവിടെയും നൂനുക്ക് ശബ്ദുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം മണിച്ചിട്ട് ഓതണം. ഒന്നും കൂടി നോക്കണം. ഖാല ഇന്നഹു മിൻ കൈദികുന്ന ഇന്ന കൈദകുന്ന അളീം. ലാസ്റ്റ് അക്ഷരം മീമ് ചൊല്ലുമ്പോൾ ചന്ത ബായി മുച്ചണം. അളീം എന്ന് ചൊല്ലുമ്പോൾ ലാസ്റ്റത്തെ ഇത് അയിനായിട്ട് പിന്നെ അള്ളാ ആയിട്ട് ഇവിടെ താക്ക് പോലിട്ട് അള്ളാ, അത് നാവിടെ കൂടി പലരുടെ കൂടിക്ക് തട്ടിയിട്ടായിട്ട് ഇവിടെ ചൊല്ലേണ്ടത് അളീം എന്നുള്ളത്. ചില അക്ഷര ത്വാറാക്കിയിട്ട് ഉച്ചരിക്കുന്ന അക്ഷരമായിട്ട് ഇവിടെ അളീം. യൂസുഫ് അരിദ് അൻ ഹാദ ഉഡ്ഡ നൂന് നോക്കാറില്ല, ഞങ്ങൾ പാട്ട ചെന്ന പോലെ ചൊല്ലുകില്ല. ഈ നൂന് കറക്റ്റ് കേൾക്കാം, കാരണം ഇതൊക്കെ സുക്കൂൺ കൊടുത്തരും. അൻ എന്നടുത്ത് നൂന് കേന്ദ്രം കൊടുത്തിട്ട് സുക്കൂണുണ്ട്. അപ്പോൾ ഇത് ഇൽഹാർ ചൊല്ലി വ്യക്തമായിട്ട് കേൾക്കണം. അൻ ഹാദ വസ്തഗ്ഫിരി ലിദംബികി
അവിടെ നോക്കണല്ലേ ദംബി എന്നവിടെ ഒരു മീം കൊടുത്തു. അവിടെ നൂന് മീമായിട്ട് കേൾക്കണമെന്ന് അർത്ഥം. ലിദംബിക്ക് ഇന്നകി കുൻതി മിനൽ ഖാതിഈൻ വസ്തഗ്ഫിരി ലിദംബിക്ക് ഇന്നകി കുൻതി മിനൽ ഖാതിഈൻ. ഇപ്പോൾ കുൻതി എന്നവിടത്തുള്ള നൂനും ലിദംബിക്ക് എന്നിടത്തുള്ള നൂനും അൻ എന്നിടത്തുള്ള നൂനും, ഈ നൂന് 3 പക്കം നൂന് സുക്കുനെ, പക്ഷേ 3 പക്കം 3 രീതിയിലാണ് ഉച്ചരിച്ച്. അൻ ഹാദ അവിടെ വ്യക്തമായിട്ട് കേൾക്കുന്നത്. ലിദംബിക്ക് അവിടെ നൂന് പോയിട്ട് മീം ഔടും. കുന്തി എന്നവിടെ നൂന് മൂക്കിലായിട്ട് ഇവിടെ കിടത്തല്. അപ്പോൾ ഫസ്റ്റത്തേത് ഇൽഹാർ, രണ്ടാമത്തേത് ഇഖ്ലാബ്, മൂന്നാമത്തേത് ഇഖ്ഫാ. അപ്പോൾ ഇതിനെ വിശദമായിട്ട് എടുത്തത് എൻ്റെ ക്ലാസ്സിലുണ്ട്. എൻ്റെ മദദ് അബിയംന എന്ന ചാനലിൽ പോയിട്ട് തജ്വീദുൽ ഖുർആൻ അടിച്ചു കൊടുത്തെങ്കിൽ ഇഖ്ലാബ് ഇതെല്ലാം കൂടുതൽ ഞാൻ ബോർഡിൽ എഴുതി വിവരിച്ച ഭാഗങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ കാതു കൊടുക്കാം. 4 ആയത്ത് നമുക്ക് വിശദീകരിച്ച ടേസ്. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല കാതു കൊടുത്ത എല്ലാവർക്കും ഖൈറും ബറക്കത്തും സന്തോഷവും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.